നമസ്കാരം കൂട്ടുകാരെ. താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒറ്റ നിറമുള്ള മഴവില്ല്, ശ്രീ വി.കെ. മധുസാർ എഴുതിയ ഒറ്റ നിറമുള്ള മഴവില്ല്, അതിലെ കാലത്തിൻ്റെ ഭീതിയും പ്രതീക്ഷയും എന്ന ലേഖനമാണിന്ന് വായിക്കുന്നത്. ചരിത്രം എന്നത് മനുഷ്യനെ ഭാവിയിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നതാണെന്നാണ് ഡോക്ടർ കെ.എൻ. പണിക്കർ ചൂണ്ടിക്കാട്ടുന്നത്. കൂടുതൽ മെച്ചമായ കാലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണിത്. ഭൂതകാലത്തിൻ്റെയും ഭാവിയുടെയും നടുവിൽ സഞ്ചരിക്കുന്ന വർത്തമാനത്തിൻ്റെ ഇടനാഴിയാണ് ചരിത്രം. വിഖ്യാത ചരിത്രകാരനായ ഡി കോസാംബി മുന്നോട്ട് വയ്ക്കുന്ന ശ്രദ്ധേയമായൊരു നിരീക്ഷണമുണ്ട്. അത് ഇങ്ങനെ സംഗ്രഹിക്കാം: നിങ്ങൾ ചരിത്രത്തെ സമീപിക്കുമ്പോൾ രാജാവിൻ്റെ കിരീടത്തിൽ എത്ര രത്നങ്ങളുണ്ട് എന്നല്ല നോക്കേണ്ടത്, മറിച്ച് ആ നാട്ടിലെ കർഷകൻ ഉഴുന്ന കലപ്പയുടെ രീതി എന്ത് എന്നാണ് നോക്കേണ്ടത്. എല്ലാ കാലത്തും ചരിത്രം സൃഷ്ടിക്കുന്ന ജനങ്ങളാണ് എന്നാണ് ഈ നിരീക്ഷണത്തിൻ്റെ സാരം. മനുഷ്യ സമുദായത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രം വർഗസമരങ്ങളുടേതാണെന്ന് മാർക്സ് പറഞ്ഞത് അതുകൊണ്ടാണ്. മഹാത്മാഗാന്ധിയുടെ രംഗപ്രവേശത്തോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നിരായുധ സമരമെന്ന വിശേഷണം ലഭിച്ചു. അഹിംസാ സിദ്ധാന്തത്തിലൂന്നിയ സത്യാഗ്രഹ സമരമാർഗമായിരുന്നു അതിൻ്റെ മുഖ്യധാര. നാട്ടുരാജ്യങ്ങളിലൂടെയും നാടുവാഴിമാരുടെയും ഭൂപ്രഭുക്കന്മാരുടെയും ചൂഷണത്തിന് ഇരയായിത്തീർന്ന ജനതയായിരുന്നു ഗ്രാമീണ ഭാരതത്തിൻ്റെ നേർക്കാഴ്ച. ഭൂമിയിൽ അധ്വാനിക്കാനല്ലാതെ അവകാശം കിട്ടാതെ പോയ ദളിതരും പിന്നാക്കക്കാരുമായ ദരിദ്രജന വിഭാഗങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള ശ്രമം ഈ ഘട്ടത്തിൽ ഉണ്ടായില്ല. ഈ സാമൂഹിക സാഹചര്യങ്ങളെ ഏറെ സങ്കീർണമാക്കുന്നതായിരുന്നു ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ. ശ്രേണീബദ്ധമായ ജാതി വ്യവസ്ഥ തൊഴിൽ കേന്ദ്രീകൃതം കൂടിയായിരുന്നല്ലോ. കുലത്തൊഴിൽ എന്ന വിഭജിതമായ ചൂഷണ സമ്പ്രദായമാണ് ജാതി വ്യവസ്ഥ മുന്നോട്ട് വച്ചത്. അഹിംസാ സിദ്ധാന്തത്തിലൂന്നിയ സത്യാഗ്രഹ സമരമാർഗത്തിലൂടെ കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു എന്നൊരു ചരിത്ര ഭാഷ്യം നിലവിലുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഏതെങ്കിലും ഒരു നേർരേഖയിലൂടെ സഞ്ചരിച്ച തീർത്ഥയാത്രയായിരുന്നില്ല. വിവിധ കൈവഴികളിലൂടെ മുന്നേറുകയും എണ്ണമറ്റ ജനകീയ സമരധാരകളിലൂടെ കത്തിപ്പടരുകയും ചെയ്ത രണസാഗരമാണത്. കലാപകലുഷിതവും ആയുധ സജ്ജവുമായ പോരാട്ടങ്ങളുടെ പരമ്പരകൾ സ്വാതന്ത്ര്യസമരത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. കൂടിയാലോചനാ മുറികളുടെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടിയ സ്വാതന്ത്ര്യ സമരത്തെ ജനഹൃദയങ്ങളിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചത് മഹാത്മാഗാന്ധിയുടെ സമ്പൂർണ്ണ നേതൃത്വമായിരുന്നു. പ്രത്യേകിച്ച് ഭിന്നിപ്പിൻ്റെ തത്വശാസ്ത്രങ്ങളുമായി ബ്രിട്ടീഷുകാർ ഒരു ഭാഗത്തും മതരാഷ്ട്രവാദികൾ മറുഭാഗത്തുമായി രംഗത്ത് വന്ന സന്ദർഭത്തിൽ ഹിന്ദു, മുസ്ലിം, സിഖ് ജനവിഭാഗങ്ങളെ ഒരു മാലയിൽ എന്ന പോലെ കോർത്തിണക്കി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമരവീഥികളിലേക്ക് നയിക്കാൻ ഗാന്ധിജിക്ക് സാധിച്ചു. എന്നാൽ വ്യത്യസ്ത ധാരകളിലൂടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജീവൻ ത്യജിച്ചവരും തടവറകളിൽ ജീവിതം ഹോമിക്കേണ്ടി വന്നവരും ദുരിതപർവങ്ങൾ കടന്നു വന്നവരുമായ ദേശീയ നേതാക്കളുടെയും രാജ്യസ്നേഹികളുടെയും പങ്ക് ശോഭയോടെ രേഖപ്പെടുത്താതിരിക്കുന്നത് ചരിത്ര നിഷേധമായിരിക്കും. മഹാത്മാഗാന്ധി ജനിക്കുന്നത് 1869 അദ്ദേഹം ലണ്ടനിൽ ബാരിസ്റ്റർ പഠനവും ദക്ഷിണാഫ്രിക്കയിൽ വക്കീലായി പ്രാക്ടീസും കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് 1915 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് 1857 അതിനൊരു നൂറ്റാണ്ട് മുമ്പ് 1757 പ്ലാസി യുദ്ധത്തിൽ സിറാജ് ദൗളയെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷുകാർ ബംഗാൾ കൈയടക്കി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തകാധിപത്യം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണാധിപത്യമായി ഇന്ത്യയിലൊട്ടാകെ വ്യാപിച്ചു. ഈ ഘട്ടത്തിൽ നാട്ടുരാജ്യങ്ങളിലൂടെ നാടുവാഴ്ത്ത അധികാരികൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ ചെറുത്തുനിൽപ്പുകൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പഴശ്ശിരാജയും വേലുത്തമ്പിയും ഝാൻസി റാണിയുമെല്ലാം ഈ ചെറുത്തുനിൽപ്പിൻ്റെ ഉദാഹരണങ്ങളാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനും ഒരു വർഷം മുമ്പ് 1855-56 നടന്ന സന്താൾ കലാപം ബ്രിട്ടീഷുകാർക്കെതിരായ ആദിവാസി ജനതയുടെ ചെറുത്തുനിൽപ്പായിരുന്നു. വനമേഖലകളിലേക്കുള്ള അധിനിവേശം തങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക്, ആചാരാനുഷ്ഠാനങ്ങൾക്കും സംസ്കാരത്തിനും ഭീഷണിയായി മാറാൻ തുടങ്ങിയപ്പോഴാണ് ആദിവാസികൾ അമ്പും വില്ലുമായി ബ്രിട്ടീഷ് സൈനികരെ നേരിടാൻ ഇറങ്ങിയത്. കലാപം ഒരു വർഷത്തോളം നീണ്ടുനിന്നു. കൃത്യമായ ചരിത്ര രേഖകളില്ലെങ്കിലും നൂറുകണക്കിന് ബ്രിട്ടീഷ് സൈനികരും ആയിരക്കണക്കിന് ആദിവാസികളും കൊല്ലപ്പെട്ട സന്താൾ കലാപം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടന്ന രക്തരൂഷിത കലാപമായിരുന്നു. 1943 ജർമ്മനിയിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയ സ്വാതന്ത്ര്യ സമര സന്ദേശത്തിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചു: 1857 വിപ്ലവത്തിന് ശേഷം വെറും മൃഗീയ ശക്തികൾ ഇന്ത്യയിൽ അധികകാലം പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ രാജ്യത്തെ നിരായുധീകരിക്കാൻ ശ്രമിച്ചു. നിരായുധീകരണത്തിനൊപ്പം പുതിയതായി സ്ഥാപിതമായ ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിൻ്റെ വിഭജിച്ചു ഭരിക്കൽ നയവും ആരംഭിച്ചു. അനുശീലൻ സമിതിയുടെയും യുഗാന്തറിൻ്റെയും നേതൃത്വത്തിൽ ബംഗാളിൽ ചിറ്റഗോങ് ആയുധപുരയും പഹന്നലി യൂറോപ്യൻ ക്ലബ്ബും ആക്രമിച്ച സൂര്യ സെന്നും സംഘവും സായുധ സമരം നടത്തി. നിരവധി വിപ്ലവകാരികളെ ബ്രിട്ടീഷ് പട്ടാളം തൂക്കിലേറ്റി. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഗദ്ദർ പാർട്ടി അംഗമായിരുന്ന
കർത്താർ സിംഗ് സരഫയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആൻഡമാനിലും ഒറീസ തുറമുഖത്തും ആയുധങ്ങൾ എത്തിച്ചു. അദ്ദേഹത്തെയും മറ്റു 93 പേരെയും പിടികൂടി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. 1945-46 കാലഘട്ടത്തിൽ മഹാരാഷ്ട്രയിലെ വർലി ആദിവാസി വിഭാഗത്തിൻ്റെ സമരം. ബ്രിട്ടീഷ് സൈന്യം നടത്തിയ വെടിവയ്പിൽ 7 സമര വോളണ്ടിയർമാർ കൊല്ലപ്പെട്ടു. 1806 ദക്ഷിണേന്ത്യൻ പട്ടണമായ വെല്ലൂരിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യക്കാരായ സൈനികർ കലാപം നടത്തി. 120 ബ്രിട്ടീഷ് സൈനികർ കൊല്ലപ്പെട്ട കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ 100-ലധികം ഇന്ത്യൻ സൈനികരെ തൂക്കിലേറ്റി. 1862 ഹൗറയിൽ റെയിൽവേ തൊഴിലാളി പണിമുടക്ക് നടന്നു. 1946 നാവിക കലാപം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മറ്റൊരു അധ്യായമായിരുന്നു. ജാലിയൻവാലാബാഗ്, ചൗരി ചൗര, തെഭാഗ, തെലങ്കാന, പുന്നപ്ര വയലാർ, കയ്യൂർ തുടങ്ങിയ ജനകീയ വിപ്ലവ സമരങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉയർന്നു വന്നു. വ്യാവസായിക വിപ്ലവത്തോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളിൽ ആധുനിക വ്യവസായങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. ലണ്ടനിൽ പവർലൂം സ്ഥാപിക്കപ്പെടുകയും വസ്ത്രങ്ങൾ നിറം പിടിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായി വരികയും ചെയ്തു. രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൃത്രിമമായ ചായം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള നീലം ഇറക്കുമതി നിലച്ചു. ഇത് നീലം കർഷകരെ പട്ടിണിയിലാക്കി. ഈ ഘട്ടത്തിലാണ് 1917 ചമ്പാരനിൽ കൃഷിക്കാരുടെ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ സമരത്തിലൂടെയാണ് മഹാത്മാഗാന്ധി രംഗപ്രവേശം നടത്തുന്നത്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുന്നത്. അതായത് ബ്രിട്ടീഷുകാരനായ A.O. ഹ്യൂമിൻ്റെ നേതൃത്വത്തിൽ. ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികളിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടി ഒരു ജനാധിപത്യ ഇന്ത്യ സ്ഥാപിക്കുക എന്ന ലക്ഷ്യമാണ് സംഘടനയ്ക്കുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഭരണാധികാരികളുമായി സമരസപ്പെട്ട് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുക എന്നതായിരുന്നു രൂപീകരണ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഉദ്ദേശ്യമെന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. 1920 താഷ്കൻഡിൽ വെച്ചാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തോടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ ദിശാബോധം ലഭിച്ചു. തൊഴിലാളികളും കൃഷിക്കാരും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ ഇത് കാരണമായി. 1920 മുതൽ 1927 വരെയുള്ള കാലയളവിൽ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി 3 ഗൂഢാലോചനാ കേസുകൾ ബ്രിട്ടീഷുകാർ കെട്ടിച്ചമച്ചു. നിരവധി വിപ്ലവകാരികളെ ജയിലിലടച്ചു. 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം കമ്മ്യൂണിസ്റ്റുകാർ അവതരിപ്പിച്ചു. മൗലാന ഹസ്രത് മൊഹാനി, സ്വാമി കുമാരാനന്ദ എന്നിവരാണ് പ്രമേയം അവതരിപ്പിച്ചത്. പൂർണ്ണ സ്വരാജ് പ്രമേയത്തെ ഗാന്ധിജി എതിർത്തു. സ്വാഭാവികമായും പ്രമേയം തള്ളപ്പെട്ടു. അനുശീലൻ പാർട്ടി, ഗദ്ദാർ പാർട്ടി, നവജവാൻ ഭാരത് സഭ, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻസ്, കമ്മ്യൂണിസ്റ്റ് ലീഗ് പോലുള്ള വിപ്ലവ ഗ്രൂപ്പുകൾ ഇന്ത്യയുടെ വിവിധ പ്രവിശ്യകളിൽ ഉദയം ചെയ്തു തുടങ്ങി. വിവിധ നാട്ടുരാജ്യങ്ങളിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനും ഭൂപ്രഭുത്വ ചൂഷണത്തിനുമെതിരെ കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തു തുടങ്ങി. 1921 മലബാറിൽ കർഷക കലാപം പൊട്ടിപ്പുറപ്പെട്ടു. തൊഴിലാളികളും കർഷകരും അണിചേർന്ന ജനകീയ പോരാട്ടങ്ങൾ കോൺഗ്രസിനകത്തും ചലനങ്ങളുണ്ടാക്കി. 1927 മദ്രാസ് കോൺഗ്രസ് സമ്മേളന നഗറിലേക്ക് തൊഴിലാളികൾ മാർച്ച് ചെയ്തു. പൂർണ്ണ സ്വരാജ് അംഗീകരിക്കണമെന്നായിരുന്നു ആവശ്യം. 1928 കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിലേക്ക് തൊഴിലാളികൾ ഇരച്ചു കയറി. സാഹചര്യങ്ങൾ മാറി മറിയുകയാണെന്ന സത്യം കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കി. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും പൂർണ്ണ സ്വരാജ് അംഗീകരിക്കുകയും ചെയ്തു. 1934 കോൺഗ്രസിനകത്തെ സോഷ്യലിസ്റ്റുകാർ ചേർന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. ജയപ്രകാശ് നാരായണനായിരുന്നു ദേശീയ സെക്രട്ടറി. സുഭാഷ് ചന്ദ്രബോസ്, അച്യുത് വർദ്ധൻ തുടങ്ങിയവരായിരുന്നു ദേശീയ നേതൃനിരയിൽ. EMS സെക്രട്ടറിമാരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1919-20 കാലത്തെ ഖിലാഫത്ത് നിസ്സഹരണ പ്രസ്ഥാനങ്ങളും 1930 ഉപ്പ് സത്യാഗ്രഹവുമെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ജനകീയ മുഖം നൽകാൻ സഹായകമായി. 1942 ക്വിറ്റ് ഇന്ത്യ സമരം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ മറ്റൊരു അധ്യായമാണ്. സാർവദേശീയ രംഗത്ത് 2ാം ലോക മഹായുദ്ധവും ലോകരാജ്യങ്ങളിൽ യുദ്ധം സൃഷ്ടിച്ച ഭീകരമായ പ്രത്യാഘാതവും നാശനഷ്ടങ്ങളും ജീവഹാനിയും വിവരണാതീതമാണ്. ജർമ്മനിയുടെയും ഇറ്റലിയുടെയും നേതൃത്വത്തിൽ അച്ചുതണ്ട് ശക്തികൾ ലോകം കീഴടക്കാൻ പടയോട്ടം ആരംഭിച്ചു. മനുഷ്യരാശിക്കാകെ വിനാശം വിധിക്കുന്ന ഫാസിസത്തെ പിടിച്ചുകെട്ടിയില്ലായിരുന്നെങ്കിൽ ലോകത്തിൻ്റെ ഗതി തന്നെ മറ്റൊന്നായി തീരുമായിരുന്നു. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലും ഫാസിസത്തിൻ്റെ കാൽച്ചുവട്ടിൽ അമരുമായിരുന്നു. 2 നൂറ്റാണ്ടിലധികം നീണ്ടുനിന്ന ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ ചോരയും ജീവനും നൽകി ഇന്ത്യൻ ജനത നടത്തിയ ത്യാഗോജ്വലമായ പോരാട്ടങ്ങളെ വേണ്ടത്ര പ്രാധാന്യത്തോടെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ അക്കാദമിക് ചരിത്രകാരന്മാർ തയ്യാറായില്ലെന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്ര നിർമ്മിതിയുടെ ഒരു പരിമിതിയായി അവശേഷിക്കുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾക്കും ചരിത്രരേഖകൾക്കുമാണ് ഔദ്യോഗിക ചരിത്രത്തിൽ മുഖ്യസ്ഥാനം. 1890 രൂപം കൊണ്ട ഹിന്ദു മഹാസഭയും 1906 രൂപം കൊണ്ട ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും കൊളോണിയൽ
ചരിത്രകാരന്മാരുടെ വാദഗതികളെ പിന്തുടർന്ന് സ്വാതന്ത്ര്യസമരത്തെ തള്ളിപ്പറയുകയായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തെ തങ്ങളുടെ വർഗീയ വിഭജന കാഴ്ചപ്പാടുകളിലൂടെ വിലയിരുത്തി മതാധിഷ്ഠിത രാഷ്ട്രം സ്ഥാപിച്ചെടുക്കുന്ന ഗൂഢലക്ഷ്യത്തോടെ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും മുന്നോട്ടു പോയത്. ഇത് രാഷ്ട്രവാദത്തിൻ്റെ ചിന്താ പദ്ധതികൾ ഉപയോഗപ്പെടുത്തി വിഭജനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അന്തരീക്ഷം ഇരുകൂട്ടരും ചേർന്ന് ഇന്ത്യയിൽ വളർത്തിയെടുത്തു. ഭരണഘടനാ നിർമ്മാണത്തിലും ദേശീയ പതാകയുടെയും ദേശീയ ഗാനത്തിൻ്റെയും കാര്യത്തിലും ഈ വിചാരധാരകൾ വിവാദങ്ങൾ ഉയർത്തിയെങ്കിലും മതരാഷ്ട്രവാദികളുടെ ലക്ഷ്യം നിറവേറ്റപ്പെട്ടില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ മൂല്യങ്ങളും ഭരണഘടനാ ദർശനങ്ങളും അപ്പാടെ റദ്ദു ചെയ്ത് ചരിത്രത്തിൻ്റെ വ്യാജ നിർമ്മിതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ജനകീയ ധാരകളെ അടയാളപ്പെടുത്തുക സ്വാതന്ത്ര്യത്തിൻ്റെ 77-ാം വാർഷികം പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ ചരിത്രപരമായ അനിവാര്യതയായി മാറുന്നത് അതുകൊണ്ടാണ്. സ്വാതന്ത്ര്യസമരത്തിൻ്റെയും ജനകീയാഭിലാഷത്തിൻ്റെയും ഉൽപ്പന്നമായ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഈ കലുഷിത കാലത്ത് ഓരോ പൗരൻ്റെയും പ്രധാനപ്പെട്ട കടമ. ബഹുസ്വരത, മതനിരപേക്ഷത, ജനാധിപത്യം എന്നീ മൂല്യസങ്കല്പങ്ങളിലാണ് ഇന്ത്യ എന്ന ദേശരാഷ്ട്രം നിലകൊള്ളുന്നത്. ഈ അടിസ്ഥാന മൂല്യങ്ങൾ തകർന്ന ഇന്ത്യ യൂണിയൻ തകർന്നടിയും. സായുധ വിപ്ലവ പോരാട്ടങ്ങളിലൂടെയും നിരായുധീകരണ അഹിംസാ സമരമുറകളിലൂടെയും അനേകം ജനകീയ മുന്നേറ്റങ്ങളിലൂടെയും ഇന്ത്യൻ ജനതയുടെ വികാരമായി മുന്നേറിയതാണ് സ്വാതന്ത്ര്യസമരം. സ്വാതന്ത്ര്യസമരത്തിൻ്റെ പടക്കളത്തിൽ ആയിരക്കണക്കിന് ദേശാഭിമാനികളുടെ ജീവൻ ബലിയർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പതിനായിരക്കണക്കിന് രാജ്യസ്നേഹികൾ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായിട്ടുണ്ട്. അതിലും എത്രയോ അധികം പേർ തടവറകൾ ജീവിതം ഹോമിക്കേണ്ടി വന്നിട്ടുണ്ട്. സഹനപർവങ്ങൾ താണ്ടിയ ഭൂതകാലത്തിൻ്റെ ഉജ്ജ്വല സ്മരണകളുമായി പ്രത്യയശാസ്ത്രപൂരിതമായ ഭാവിയിലേക്ക് കുതിക്കാൻ ചരിത്രത്തിൻ്റെ നേർവായന അനിവാര്യമായി തീരുന്നു. നന്ദി.